ഞാൻ പേര് പറയുന്നില്ല, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മേഡം. ഒരു BLO എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു BLO എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു ദിവസം ഒന്ന് വിശദീകരിക്കാമോ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റാണ് നമ്മളിത് കൊടുക്കാൻ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ഇവിടെ വീട്ടുകാരെ കാണണമെങ്കിൽ കുറേ ദൂരങ്ങൾ പോകണം, അടുത്തടുത്താവില്ല. ഇതിൽ ലിസ്റ്റിലുള്ള ആൾക്കാരെ കിട്ടണമെങ്കിലും പ്രയാസമാവുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ ഞാൻ 8-ാം തീയതി BL ആയിട്ട് ജോലിയിൽ പ്രവേശിച്ച ആളാണ്. ആദ്യമായിട്ട് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് 141-ാം ബൂത്തിൻ്റെ ചാർജാണുള്ളത്. അപ്പോൾ അതിൽ ഉള്ളത് നമ്മുടെ വാർഡിലല്ലാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്ഥലങ്ങൾ പിന്നെ ലക്കിടി, അറമല, പിന്നെ പൂക്കോട് ഡയറി, അങ്ങനെ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസം. ഇപ്പം 8-ാം തീയതി തന്നിട്ട് എനിക്ക് ഒരു ദിവസം ഈ ശനിയാഴ്ചയാണ് ഒരു സ്റ്റാഫിനെ എനിക്ക് സഹായത്തിന് ഇട്ട് തന്നില്ല. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് കൊടുത്തത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സമ്മർദ്ദം അത്രയും. നമ്മൾ ഈ പോകുമ്പം ഒരു ഫോം കൊടുക്കുമ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ അവരെ ഓരോ വഴിക്ക് വീട്ടിലെല്ലാവരും ശരിക്കും പുറത്തുനിന്നാണ് കാണുന്നതെങ്കിൽ അവർക്കതിന് സമയമില്ല അത് വാങ്ങാൻ. ഇനി നെറ്റിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അപ്പോൾ ഒരു കോപ്പി അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു ഫോം ഒരാൾക്ക് 2 ഫോം വീതമാണ്. അപ്പോൾ ഒന്നേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഇത് കൊടുത്തെന്ന് കാണിക്കുമ്പോൾ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് അല്ലെങ്കിൽ റേഞ്ചുള്ള സ്ഥലത്ത് നമ്മളത് സ്കാൻ ചെയ്ത് കയറ്റേണ്ടി വരിക. അപ്പോൾ വീണ്ടും അവരെ വീട്ടിലേക്ക് പോകേണ്ടി വരിക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ബൂത്തിൽ എനിക്ക് 1316 വോട്ടേഴ്സിൻ്റെ ഉണ്ട്. ഇത് കൊടുക്കണം. ഞാനിനി കുറച്ച് ഫോമും കൊണ്ട് ബാക്കി മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. കഴിയുന്നില്ല. ഒരു ദിവസം എത്ര മണിക്കൂർ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രായമായ അച്ഛനാണ്. ഞാൻ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 ദിവസം അടുപ്പിച്ച് 8-ാം തീയതി മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ ഈ സഹോദരങ്ങളെ ഞാൻ യാദൃശ്യമായിട്ട് കൽപ്പറ്റയ്ക്ക് പോയതാണ്. എൻ്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആൾക്കാരെ കാണുന്നില്ല. അവരെ വീട് പണ്ടുള്ള സ്ഥലത്തില്ല അന്വേഷിച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെയൊക്കെ പല ഭാഗത്ത് പോയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്നാൽ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ആളില്ല. അങ്ങനെ വേറെ അവരൊക്കെ പുതിയ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ദൂരെ വേറൊരു വീട്ടിൽ അവിടെ കൊടുത്തേൽപ്പിച്ചു. ആ അച്ഛനെയും അമ്മയെ ഉള്ളൂ എന്ന് അവിടെ അറിഞ്ഞു. അവിടെ കൊടുത്തേൽപ്പിച്ചു. ഞാൻ എൻ്റെ പേരും ഫോൺ നമ്പറും ആ ഫോമിൻ്റെ പുറകെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ പറയണം. അവർ വേറെ എവിടെയോ പോയതാന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാം. എല്ലാ കാര്യം ഞാൻ ചെയ്ത് കൊടുക്കാൻ, തിരിച്ച് ഞാൻ വാങ്ങി കൊണ്ടുവരാൻ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ വരുന്നത്. പിന്നെ പ്രായമുള്ളവരാകുമ്പോൾ അവർക്ക് നമുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് വേഗം ഒരു ഫോം ഒരു വീട്ടിൽ കൊടുത്ത് വരാൻ കഴിയുന്നില്ല. ഓരോരുത്തരെ കാണുമ്പോൾ അത് എങ്ങനെ പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരണം. ഒരു വീട്ടിൽ എത്ര സമയം നിൽക്കേണ്ടി ചിലവർ നമ്മളോട് എന്താ പറയുക ഒരു കുറേ സമയം വരുന്നുണ്ട് മാം. നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പൂരിപ്പിക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വൈകും. ഇനി സ്കാൻ ചെയ്യാൻ നെറ്റിൻ്റെ പ്രശ്നമാകുമ്പോൾ അവിടെ കുറച്ച് സമയം വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ അങ്ങനെ 3 ദിവസം ഞാൻ കൊടുത്തപ്പം എനിക്കിങ്ങനെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കൂടുതൽ ഫോം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ രാത്രി മുഴുവൻ ഇരുന്നിട്ട് സ്കാൻ ചെയ്യും. ഓരോ സെറ്റ് തിരിച്ച് വെച്ച് സ്കാൻ ചെയ്തിട്ട് അതിരാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിത് കൊടുക്കാൻ പോവുകയാണ്. രാത്രിയാകുമ്പോഴാണ് വരുന്നത്. രാത്രിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സെറ്റ് സ്കാൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഞാനീ പോകുന്നത്. എനിക്ക് കുറച്ച് ആളെ അറിയുള്ളൂ. ബാക്കി അറിയാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ പറ്റുന്നത്ര സഹായിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ എൻ്റെ എന്താ പറയുക തളർന്നു പോകും. എൻ്റെ അച്ഛനും പരമാവധി സഹായിക്കുന്നുണ്ട്. സഹായിക്കാനില്ല. ആരുമില്ല. എൻ്റെ മുന്നിലുണ്ടായ ചേട്ടന് വേറെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ചേട്ടന്. വേറെ ആരും എനിക്കില്ല. ഞാൻ സഹായം ചോദിച്ചിരുന്നു, കിട്ടിയില്ല അവരടുത്ത്. ഈ ലാസ്റ്റ് ദിവസം ടാർഗറ്റ് ആക്കേണ്ട 15-ാം തീയതി ആയിട്ടാ എനിക്ക് ഒരു വില്ലേജിലുള്ളൊരു സ്റ്റാഫിനെ എനിക്ക് തന്നത്. രാത്രിയൊക്കെ വൈകി നിലയ്ക്ക് ഒരു പ്രത്യേക വൈകി തീർച്ചയായിട്ടും വൈകുന്നുണ്ട്. ഈ പൂക്കോട് ഡയറി അവിടെയൊക്കെ വരുന്ന ഒറ്റയ്ക്കാണ് പോകുന്നത്. മൃഗങ്ങളെ ശല്യങ്ങളുള്ള ഏരിയ ഉണ്ട്. വയനാട്ടിൽ നിന്ന് മൃഗ ശല്യമുള്ള ഏരിയ ഉണ്ട്. ഒറ്റയ്ക്കാണ് പോകുന്നത്.
എൻ്റെ കൂടെ ആകെ വരാനുള്ള എൻ്റെ അച്ഛനാണ്. അച്ഛന് പിന്നെ വേറെ ഭാഗത്ത് ഈ ഫോം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ചെറിയ മോനാണുള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം നല്ലോണം നേരിട്ടു. എന്നിരുന്നാലും എൻ്റെ ജോലിൻ്റെ എത്ര മാക്സിമം ചെയ്ത് ഇനി കുറച്ച് ഫോമേ ചെയ്യാം. ഈ സമയത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദമുണ്ടോ? ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ 1316 ഫോമുകളാണ് കൊടുക്കാനുള്ളത് അല്ലേ? എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടോ? നിങ്ങൾക്ക് വേഗം ചെയ്യേണ്ടതുണ്ടെന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ 1316 ഫോമിൽ ഇനി കുറച്ച് ഫോമുകൾ എനിക്ക് കൊടുക്കാനുള്ളൂ. ബാക്കി മുഴുവൻ രാവും പകലും പണിയെടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു സാറ് എനിക്ക് എൻ്റെ കൂടെ ഒരു സ്റ്റാഫിന് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഫോമേ എനിക്ക് കൊടുക്കാനുള്ളൂ. ഇനി കൊടുത്ത ഫോമുകൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ദുർഘടമായ കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഫോമും ഓരോ ഈ പറഞ്ഞ വീടുകളിൽ പല ഭാഗങ്ങളിൽ കുന്നും മലയും കാടും മേടൊക്കെ പോയിട്ട് എവിടെ നിന്ന് കളക്ട് ചെയ്യാറേ ഒരു വനിതാ BLO നിലയ്ക്ക് എനിക്ക് എന്താ പറയുക മരിക്കുന്ന തുല്യം കഴിയുന്നില്ല. ഇന്ന് ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് ഇത് യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും ചാനൽ വന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയല്ല. ഇന്ന് ഞാൻ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മരിച്ചതിന് അതിന് പ്രതിഷേധാർത്ഥ പോയ പക്ഷേ ഞാൻ രാവിലെ മുതൽ ഫീൽഡിലായിട്ട് കുറച്ച് വൈകി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. അപ്പം ഞാൻ എത്തിക്കഴിഞ്ഞ് ഞാൻ അന്ന് അവരോട് സംസാരിക്കട്ടെ ചോദിച്ചു. അവർ വേറെ പരിപാടി നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഒരാൾക്കാകുമ്പോൾ നമ്മൾ അത്രയും ഭാരമുണ്ടോ അപ്പം എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പം യാദൃശ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു സംസാരിക്കണം, എൻ്റെ പ്രയാസങ്ങൾ അറിയണം. കാരണം അത്രയും പ്രഷറാണ് എനിക്ക്. ഒറ്റയ്ക്ക് നമ്മൾ ഈ കാട്ടിലൂടെ അവിടെ ഇവിടെ നടക്കുമ്പോൾ പലതരം പ്രയാസങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലവർക്ക് മോശമായിട്ട് നമ്മൾ പെരുമാറുന്നു. നമ്മളെ വോട്ട് ഇല്ലാതാക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക ഇപ്പം പൂരിപ്പിച്ച് എനിക്ക് തരണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ പെട്ടപ്പോഴും ഞാൻ അവരെ രേഖ കറക്റ്റ് ഉള്ളത് ഞാൻ പൂരിപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 141 ബൂത്തിൽ 009 ഭാഗം എനിക്ക് വരുന്നത്. അതിലുള്ള ഒരാളതാണെങ്കിൽ എനിക്ക് എൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം 2002 ഡീറ്റെയിൽ. അപ്പം ഞാൻ കുത്തിയിരുന്ന് അവരെ അങ്ങനെ വാങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷെ അവർ നിർബന്ധപൂർവ്വം ചെയ്യും. പക്ഷെ കറക്റ്റ് രേഖകളാണ് ഞാൻ ചെയ്ത് കൈയോടെ ഞാൻ വാങ്ങുന്നുണ്ട് മാം. ശരി, വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാറിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ വരെ ചെയ്യാൻ നമുക്ക് സമയമല്ലേ. ഒരു ദിവസം അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അന്ന് എൻ്റെ കൂടെ നമ്മളെ വില്ലേജിലെ സ്റ്റാഫിനെ ഡ്യൂട്ടിക്ക് ഇട്ട ഒരു ദിവസം അന്ന് ഞങ്ങൾ ഞാൻ കഴിച്ചു ഭക്ഷണം. ആ ചേട്ടനുള്ളത് കൊണ്ട് ഞാൻ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ കടയിലിരിക്കുമ്പോൾ അവരോട് ചോദിക്കുക ഈ ആൾക്കാരെ അറിയോ അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സ്ഥലം കണ്ടുപിടിക്കുന്ന ആൾക്കാർ. നമ്മളെ വാർഡിലല്ലാത്തവരാണ് ഒരുപാട് വരുന്നത്. ഭയങ്കര വിഷമം എനിക്ക്. തളർന്നു. ഞാനിപ്പം എൻ്റെ അച്ഛനോട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ മുന്നേ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം അത്ര സമ്മർദ്ദം എനിക്ക് വരുന്നുണ്ട്. പല ഭാഗത്തിൻ്റെ സമ്മർദ്ദം എന്ന് വെച്ചാൽ തളർന്നു പോവുക. എന്നപ്പോൾ ഞാനിപ്പോൾ രാവിലെ അവരെ കണ്ടു. ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറെ ഫോമുകൾ കൊടുത്തു വരും. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഇവരെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് ഫ്രഷ് ആകാനും കൂടി സമയം കിട്ടിയില്ല. കാരണം പണിയാണ്. ചെയ്ത ജോലി 100% ചെയ്യും എന്നുള്ള പൂർണ്ണമായി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ചെയ്യാൻ സമയം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലാകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.